സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇന്ന് കണ്ണൂരിലും കാസർഗോഡും ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി എം രാകേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. രാകേഷ്, സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. എന്തൊക്കെ അലേർട്ടുകളാണ് നൽകിയിട്ടുള്ളത്? ഗോപിക, സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്നത്. ഇന്നും നാളെയും വിവിധ ജില്ലകളിലായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കണ്ണൂരിലും കാസർഗോഡുമാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നേരിയതും ഇടത്തരമുള്ള മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴ പ്രവചിക്കുന്നത്. ഈ ജില്ലകളിലും യെല്ലോ അലേർട്ട് ഇതേ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാഴ്ച നീണ്ട കനത്ത മഴയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ദുർബലമായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടും തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. അതേസമയം തന്നെ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ, എറണാകുളം മുനമ്പം മുതൽ മറുവക്കാട് വരെ, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ ജില്ലകളിൽ ഇന്ന് രാവിലെ 5:30 മുതൽ വലിയ തരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തന്നെ കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ഇത്തരത്തിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയും പറയുന്നുണ്ട്.